ക്ലോഡ് ലെവി-സ്ട്രോസിനൊരു ഭാഷ്യം ഇടശ്ശേരിയുടെ ആഖ്യാന കവിതകളെ മുൻനിർത്തി എന്ന ഈ ഗ്രന്ഥം 10-ാം തീയതി കലാമണ്ഡലത്തിൽ വെച്ചാണ് പ്രകാശനം നിർവഹിച്ചത്. ബഹുമാന്യനായ കെ പി മാഷാണ് ഇടശ്ശേരിയുടെ കുടുംബത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ധാരാളം പണ്ഡിതന്മാരുടെ ഒരു സദസ്സിൽ ഇത് പുസ്തകം അദ്ദേഹത്തിന് കൈമാറിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത്. ഇടശ്ശേരിയുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ആ സദസ്സിൽ ഉണ്ടായിരുന്നു അല്ലേ മാഷേ? അവർ ഇന്ന് എന്താണെന്ന് അറിയില്ല, അവർ അസുഖമായതുകൊണ്ട് ഇടശ്ശേരിയുടെ മകൻ എത്താൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ്. അവർ ഇവിടെ എത്തേണ്ടതാണ്. ഇത് മലയാളത്തിലത്തെ വൈജ്ഞാനിക സാഹിത്യത്തിലെ ഒരു അപൂർവ ഗ്രന്ഥം എന്ന നിലയിലാണ് ഭാഷ്യകാരനെ മുൻനിർത്തി തന്നെ ഞാൻ പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം ഇതിൽ അപൂർവതയുണ്ട്. പൂർവ്വ മാതൃക ഇത്തരം ഗ്രന്ഥത്തിൽ മലയാളത്തിൽ കാണുന്നില്ല. എൻ്റെ പരിമിതി കൊണ്ടായിരിക്കാം. വളരെ അക്കാഡമിക് ആയിട്ടുള്ള മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ അവർക്ക് തിരുത്താം. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലോഡ് ലെവി-സ്ട്രോസിൻ്റെ സിദ്ധാന്തങ്ങളെ ആസ്പദമാക്കി ഇടശ്ശേരിയുടെ ആഖ്യാന കവിതകളെ പ്രധാനമായിട്ട് 2 കവിതകളാണ് സൂചിതമായിട്ടുള്ള പണിമുടക്കം പോലുള്ള കവിതകൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഏറ്റവും പ്രധാനമായിട്ട് വിശകലനം ചെയ്യുന്നത് പുത്തങ്കലവും മരിവാളും എന്ന കവിതയും പൂതപ്പാട്ടും. ഈ കവിതകളെ വിശകലനം ചെയ്യുക എന്നത് മാത്രമല്ല ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. അത് ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറിച്ച് ആഖ്യാന കവിതകൾക്ക്, ആഖ്യാന രൂപങ്ങൾക്ക് ഒരു വിശകലന മാതൃക ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഈ പുസ്തകത്തിൻ്റെ ഒരു അപൂർവത കൂടിയാണ്. സാധാരണഗതിയിൽ ഒരു വിജ്ഞാനം, അറിവുണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളൊക്കെ സാമ്പ്രദായികമായി മനസ്സിലാക്കുന്ന 2 പ്രധാന വഴികളിലൂടെയാണ് അറിവ് ഉണ്ടാവുക. ഒന്ന് പ്ലാറ്റോയുടെ കാലം തൊട്ട് തന്നെ തുടങ്ങുന്ന ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന സാധനം, അത് സാമാന്യോന്മുഖം എന്ന് നമുക്ക് ഭാഷീകരിക്കും, മലയാളത്തിൽ പറയാം. അതിൻ്റെ ഒരു പൊതുരീതി എന്ന് പറയുന്നത് ഫ്രം ജനറൽ ടു പർട്ടിക്കുലറാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അക്കാഡമിഷ്യൻസ് അപ്രയോറി നോളജ്, അപ്രയോറി എന്ന് പറയുന്ന ഒരു രീതി. ആ രീതിയിൽ നമുക്ക് ലോകം അംഗീകരിച്ച സിദ്ധാന്തങ്ങളെ വെച്ചുകൊണ്ട് നമ്മുടെ ദത്തങ്ങളെ പരിശോധിക്കാം. പരിശോധിച്ച് നമ്മുടെ ദത്തങ്ങൾക്ക് തെളിച്ചം ഉണ്ടാക്കാം. ഒപ്പം അത്തരം സിദ്ധാന്തങ്ങളെ ബലപ്പെടുത്താം. ഇത് ഈ കോണ്ടെക്സ്റ്റിലും സംഗതമാണ് എന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കാം. ഇങ്ങനെ ധാരാളം പഠനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. മലയാള സാഹിത്യത്തിൽ തന്നെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ട പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വൈലോപ്പള്ളിയെക്കുറിച്ചുള്ള വിജയമാഷിൻ്റെ പഠനങ്ങൾ, മാമ്പഴത്തെക്കുറിച്ചുള്ള പഠനം, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഈ ധാരയിൽ നാം ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ സാഹിത്യത്തിലേക്ക് മാത്രം ഇതിനെ ഒതുക്കുന്നില്ല. മിക്കവാറും നമ്മുടെ ഒരു സ്വഭാവം ഇതാണ്. രാഷ്ട്രീയ രംഗത്തായാലും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗത്തായാലും നമ്മൾ ഇപ്പോൾ മാർക്സിസത്തിന് നമ്മൾ ലോകം അംഗീകരിച്ച ധാരാളം സങ്കല്പനങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ കാലത്തെ വിലയിരുത്താറുണ്ട്. ഇപ്പം അന്റോണിയോ ഗ്രാംഷിയുടെ കൺസെപ്റ്റ് ആവാം, ലൂയി അൽത്തിയൂസറിൻ്റെ കൺസെപ്റ്റ് ആവാം. ഇതൊക്കെ വെച്ചുകൊണ്ട് വർത്തമാനകാലത്തെ വിലയിരുത്തുന്ന ഒരു രീതി നമുക്ക് പരിചിതമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ 1, 2 ഭാഗങ്ങളിൽ ഇടശ്ശേരിയുടെ ആഖ്യാന കവിതകളായിട്ടുള്ള പുത്തങ്കലവും അരിവാളും അതുപോലെ തന്നെ പൂതപ്പാട്ടും വിശകലനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിശകലനം ചെയ്യുകയും ഈ കവിത എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന് വളരെ ഭംഗിയായി ഭാഷ്യകാരൻ സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹം ഈ ലെവി-സ്ട്രോസിൻ്റെ വിശകലന മാതൃക ഉപയോഗിക്കുന്നത്. ബേസിക് പാരഡൈമിൽ നിന്നും ഒരു അധോതലത്തിൽ നിന്നും എങ്ങനെയാണ് ഈ ഉപരിഘടനയിലേക്ക് ഈ സാധനം വന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ 3-ാം ഭാഗത്തിലെത്തുമ്പോൾ അദ്ദേഹം പൂതപ്പാട്ട് എന്ന കവിതയ്ക്ക് അതിൻ്റെ അടിസ്ഥാന ഘടന, അധോതല ഘടന എന്താണെന്ന്
വളരെ കൃത്യമായി വിശകലനം ചെയ്യുകയും അതിൻ്റെ സങ്കല്പനങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എൻ്റെ ഒരു സമയപരിമിതിയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരു 30 മിനിറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. 20 മിനിറ്റിൽ എനിക്ക് പറഞ്ഞു വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കാരണം പുസ്തകം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്തുമല്ലോ. അപ്പോൾ സ്വാഭാവികം ഞാനിന്ന് പരിചയപ്പെടുത്തി പോവുകയാണ്. അങ്ങനെ 2 ഭാഗങ്ങൾ. ഇതിനെ ആമുഖമായിട്ട് ആദ്യം തന്നെ പ്രവേശിക എന്നൊരു ഭാഗം മാഷ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൊരു പ്രത്യേകതയുണ്ട്. അതും കൂടി ഞാൻ സൂചിപ്പിച്ചിട്ട് ബാക്കി ഭാഗത്തിലേക്ക് പോകാം. ഇപ്പം ഈ ഒരു വിശകലനത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി ക്ലോഡ് ലെവി-സ്ട്രോസിൻ്റെ സിദ്ധാന്തങ്ങളെ ഉപയോഗിക്കുമ്പോൾ ആ സിദ്ധാന്തങ്ങളെ ഇതിനുപയോഗിക്കുന്ന എല്ലാ സങ്കല്പനങ്ങളെയും വളരെ വിശദമായി വ്യക്തമാക്കുന്നതാണ് ഇതിൻ്റെ പ്രവേശിക എന്ന 1-ാം ഭാഗം. ആ പ്രവേശികയിൽ നമ്മുടെ പാണ്ഡിത്യത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഒരു തലം അതാണല്ലോ. അതായത് ഇങ്ങനെ വളരെ ഗഹനമായ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായ എക്സാംപ്ലിഫിക്കേഷനിലൂടെ അവതരിപ്പിക്കുക. രാഘവ മാഷ് ഇവിടെ ഈ പുസ്തകത്തിൽ എടുത്തിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അദ്ദേഹം ഉൾപ്പെടുന്ന ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഒരു മിത്ത് എടുത്തുകൊണ്ട്, വയനാട്ടുകുലവൻ മിത്ത് എടുത്തുകൊണ്ട്, ക്ലോഡ് ലെവി-സ്ട്രോസിനെ പോലെ ഒരുപക്ഷെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് പോലും തൊടാൻ ഭയമുള്ള ഒരാളുടെ സിദ്ധാന്തത്തെ വളരെ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സങ്കല്പന കാര്യത്തിൽ നമുക്ക് എവിടെയും ഒരു അവ്യക്തതയ്ക്ക് ഇടമില്ല. ആ രീതിയിൽ വയനാട്ടുകുലവൻ്റെയും കണ്ടനാറുകളുടെയും ആ മിത്തെടുത്ത് വളരെ ഭംഗിയായിട്ട് ലെവി-സ്ട്രോസിനെ സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നു. ഒരുപക്ഷെ ലെവി-സ്ട്രോസിനെ അവതരിപ്പിക്കാൻ ഇത് വേണമെന്നില്ല. കാരണം ലെവി-സ്ട്രോസിൻ്റെ തന്നെ മാതൃകയിൽ ലെവി-സ്ട്രോസ് തന്നെ ചെയ്ത ഈഡിപ്പസ് മിത്തോ ഇതൊക്കെ വെച്ചുകൊണ്ട് ചെയ്യാം. പക്ഷെ മാഷ് ഇവിടുത്തെ ഈ മിത്ത് വെച്ച് തന്നെ അത് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇയാളുടെ ധാരാളം പഠനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെയുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് പരിചിതമല്ല. അത് പുതിയ ഒരു രീതിശാസ്ത്രത്തെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത്തരം രീതിശാസ്ത്രത്തെ ഉണ്ടാക്കിയെടുക്കുന്ന പഠനങ്ങൾ ചർച്ച ചെയ്യൽ പോലും വളരെ പരിമിതമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ മാത്രമല്ല, മറിച്ച് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മേഖലയിൽപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും അങ്ങനെ ചർച്ച നടത്താനോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ പരിചയിക്കാനോ അത് പിന്നീടുള്ള നമ്മുടെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനോ ഉള്ള ഒരു തലം ഒരുപക്ഷെ കേരളത്തിൻ്റെ ധൈഷണിക മണ്ഡലത്തിൽ വേണ്ട രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, സമയമില്ലെങ്കിൽ പോലും ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച എത്ര സങ്കല്പനങ്ങളുണ്ട് എന്ന് നമ്മളൊന്ന് ചോദിച്ചാൽ മതി. ഉത്തരം നമുക്ക് കിട്ടും. കേരളം എന്നല്ല, ഞാൻ ഇന്ത്യ സമ്മാനിച്ച, ഇപ്പോൾ സോഷ്യൽ സയൻസ് പറഞ്ഞാൽ അതേ ഡിസിപ്ലിനിൽ തന്നെ ഇപ്പോൾ AK രാമാനുജത്തെ പോലെയുള്ള ആളുകൾ ഇവിടെ ധാരാളം പഠനങ്ങൾ, ആ കാലത്ത് ഇന്ത്യയിൽ നിന്ന് എത്രയോ സങ്കല്പനങ്ങൾ ലോകത്തിൻ്റെ തലത്തിൽ പോയിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തുടർന്നുള്ളൊരു വലിയ കാലത്ത് നമുക്ക് അധികം ഒന്നും കാണാനാവില്ല. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ലോക തലത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം വന്നത് പിന്നെ ഗോപാൽ ഗുരുവും സുന്ദർ സാറുക്കയും ചേർന്ന് എഴുതിയിട്ടുള്ള ക്രാക്ക്ഡ് മിറർ, അതിലത്തെ ഒരു കൺസെപ്റ്റ് ലോകത്തിലെ മിക്കവാറും ലോകത്തിൻ്റെ മിക്ക യൂണിവേഴ്സിറ്റികളിലും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വളരെ പരിമിതമായ അറിവ് വെച്ചിട്ട് എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ അറിയാൻ കഴിഞ്ഞതാണ്. അത് അവിടെ അദ്ദേഹം പുതുതായിട്ട് കോയിൻ ചെയ്തെടുത്ത പിന്നെ എംപിരിക്കൽ ശൂദ്രാസ് ആൻഡ് തിയററ്റിക്കൽ ബ്രാഹ്മൺ എന്നുള്ള കൺസെപ്റ്റ്. ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൽ അതിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ ഒരു മെത്തഡോളജി ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ പുതിയ മെത്തഡോളജി ഒരു ജ്ഞാനശാസ്ത്രം, ഒരു ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, നോളജ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റാണ്. അബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ അത് നോളജ് ആവില്ല. ആ അബ്സ്ട്രാക്ഷന് പറ്റിയ ഒരു ഭാഷാതലം ഉണ്ടാക്കിയെടുക്കാനാണ് പലപ്പോഴും അക്കാഡമിഷ്യൻസ് വേർക്കാറുള്ളത്. അതിനാണ് അത് അങ്ങനെ. ഒരുപക്ഷെ പാശ്ചാത്യ ലോകത്ത് ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയെടുത്ത ഭാഷയാണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിനെ കുറിച്ച് അത് പാശ്ചാത്യ ലോകത്ത് ഗ്രീക്ക് സംസ്കാരത്തിൽ രൂപം കൊണ്ടതിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ അമൂർത്തതയെ കൊടുക്കുന്ന ഭാഷ. അതിലാണ് ഈ ബീജഗണിത ഭാഷയൊക്കെ
അവർ രൂപപ്പെടുത്തിയെടുത്തത്. ഇവിടെ നമുക്കത് പരിചയമില്ല. അങ്ങനെ ആഴത്തിലേക്ക് പോയി, അമൂർത്തതയിലേക്ക് പോയി, ആ അമൂർത്തതയെ വ്യാഖ്യാനിക്കാൻ പറ്റിയ ഗണിത ഭാഷ, ബീജഗണിത ഭാഷ ഉണ്ടാക്കിയെടുക്കുന്നത്. പയ്യനാട് മാഷ് ഇതിൻ്റെ 3-ാം ഭാഗത്തിൽ ചെയ്തിരിക്കുന്നത് ബീജഗണിത ഭാഷയിലേക്ക് ആഖ്യാന കവിതകൾ വിശകലനം ചെയ്യാനുള്ള ഒരു രീതിശാസ്ത്രം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര വിസ്തരിച്ച് തന്നെ ആ കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്നത് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിജ്ഞാനം സ്വരൂപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഒരു തലമുണ്ട്. ഇത് ലോകത്തിൻ്റെ ഏത് സ്ഥലത്തും ഏത് കാലത്തും റെലവൻ്റ് ആണ് എന്ന് അക്കാഡമിഷ്യൻസ് ആണ് വിധി എഴുതേണ്ടത്. ഇപ്പോൾ പ്രോപ്പ്, വളരെ പ്രധാനപ്പെട്ട ഘടനാവാദിയായിരുന്ന പ്രോപ്പ് ഉക്രൈനിലത്തെ കഥകളെ, സ്കാസ്കിയൻ കഥകളെ എടുത്ത് പഠിക്കുകയും അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യക്ഷി കിന്നര ഈ കഥകൾക്ക് 31 ധർമ്മങ്ങളേ ഉള്ളൂ എന്ന് പറയുകയും അതിന് മെത്തഡോളജി, അതിൻ്റെ പൂർവാപരതയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. പക്ഷേ അത് കൺസെപ്ച്വൽ ലെവലിലാണ്. അത് സിദ്ധാന്ത പദവിയിലേക്ക് വന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ ഡോക്ടർ ജവഹർലാൽ നെഹ്റു കാശ്മീരി നാടോടി കഥയും കർണാടകത്തിലെ നാടോടി കഥയും പഞ്ചതന്ത്രത്തിലെ മൃഗകഥകളും ചേർത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സങ്കല്പനം റെലവൻ്റ് ആണെന്ന് സ്ഥാപിച്ചു. അങ്ങനെയുള്ള വിവിധ ദേശങ്ങളിൽ സ്ഥാപിക്കപ്പെടുന്നതിലൂടെ പ്രോപ്പിൻ്റെ സിദ്ധാന്തം അല്ലെങ്കിൽ പ്രോപ്പിൻ്റെ ഈ സങ്കല്പനം സിദ്ധാന്ത പദവിയിലേക്ക് മാറുകയാണ് ചെയ്തത്. അതേവഴി ഈ ഒരു രാഘവ മാഷ് ഇവിടെ അവതരിപ്പിക്കുന്ന ഈ 3-ാം ഭാഗത്തിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു ജ്ഞാനം ആഖ്യാന കവിതകൾക്ക്, ആഖ്യാന രൂപങ്ങൾക്ക്, ആഖ്യാന കവിത മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ടതില്ല, ആഖ്യാന രൂപങ്ങൾക്ക് അപ്ലിക്കബിൾ ആണോ എന്ന തരത്തിലുള്ള ഒരു ചർച്ചയും ഇവിടെ നടക്കേണ്ടതുണ്ട്. അത് വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ ഗവേഷണത്തിൽ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ ഇത് ഒരു സിദ്ധാന്ത പദവിയിലേക്ക് ഉയരുക. ആ സിദ്ധാന്ത പദവിയിലേക്ക് ഉയരാൻ തക്ക രീതിയിലുള്ള ഒരു പ്രാപ്തി ഈ പഠനത്തിനുണ്ട്. അദ്ദേഹം ഇതിൽ ഒരുപക്ഷെ ലെവിസ്ട്രോസിനൊരു ഭാഷ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ലെവിസ്ട്രോസിന്റെ സങ്കല്പനങ്ങളെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പക്ഷേ തൻ്റെ ദത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും കയ്യിലുള്ള എടശ്ശേരിയുടെ കവിതകൾ ആയിട്ട് പ്രധാനപ്പെട്ട 2 കവിതകൾ, പൂതപ്പാട്ടും പുത്തങ്കല വരിവാളും, അത് വെച്ചുകൊണ്ട് അദ്ദേഹം സഹാകം പൊരുൾ, കൊഹറന്റ് പാരഡൈം, അതുപോലെ സ്ഥാനാന്തരീകരണം, ട്രാൻസ്പ്ലേസ്മെന്റ്, ഇങ്ങനെയുള്ള പുതിയ സങ്കല്പനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. ഈ സങ്കല്പനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഖ്യാന കവിതകളെ ഇനി അങ്ങോട്ട് അടുത്ത ഗവേഷകരത് പ്രയോഗിക്കുമ്പോഴാണ്, മറ്റ് പലയിടങ്ങളും അത് പ്രയോഗിക്കപ്പെടുമ്പോഴാണ് ഇതിന് ഒരു സൈദ്ധാന്തിക പദവി ഇതിന് രൂപപ്പെട്ടു വരിക. ആ അർത്ഥത്തിലേക്ക് ഇത് കൊണ്ടുപോകേണ്ടതുണ്ട്. രണ്ടാമതൊരു കാര്യവും കൂടി ഞാൻ സൂചിപ്പിക്കാം. ഒരുപക്ഷെ ഘടനാവാദികളെല്ലാം കേട്ടിരുന്ന ഒരു പഴി മാഷ് തന്നെ സൂചിപ്പിച്ചു. അവര് പലപ്പോഴും ഘടനാ പഠനം എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സ്റ്റഡിയാണ്. അത് ലോകത്തെ, തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ പരിഗണിക്കുന്നില്ല. ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഘടനാവാദികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ രാഘവ മാഷ് ഉണ്ടാക്കിയെടുക്കുന്ന പുതിയൊരു ജ്ഞാനം, ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ ആ 3-ാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇൻട്രിൻസിക് അല്ല. വളരെ കൃത്യമായിട്ട് ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുകയും അങ്ങനെ വിശകലനം ചെയ്തിട്ട് ലെവിസ്ട്രോസ് കാണാത്ത ഒരു സാധനം, ലെവിസ്ട്രോസ് അപവാദം പട്ടികയിൽ തള്ളിയ ഒരു സാധനത്തിന് മാഷ് സൈദ്ധാന്തിക പദവിയിലേക്ക്, ലെവിസ്ട്രോസിന്റെ ആ അപവാദ നിയമം അതിന് ആവശ്യമില്ല, അത് ലെവിസ്ട്രോസിന്റെ ഈ ഘടനാ പഠനത്തിന്റെ ഈ രീതി ഇറ്റ് ഈസ് അപ്ലിക്കബിൾ, ഈ എല്ലാ നറേറ്റീവ്സിനും അപ്ലിക്കബിൾ ആണ് എന്ന തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം കവിമനസ് എന്ന് പറയുന്ന പുതിയൊരു തലം, ആ തലം ഒരുപക്ഷെ അദ്ദേഹം കോയിൻ ചെയ്തെടുക്കാൻ മനഃശാസ്ത്ര മേഖലയിലുള്ള തത്വങ്ങൾ, ബോധ അബോധ തലങ്ങളുടെ തത്വങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ മനോഹരം, അക്കാഡമിഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ ഒരു വിശകലനമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഈ ട്രാൻസ്പ്ലേസ്മെന്റ് മുതലായ ഈ സങ്കല്പനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ വിശദമായിട്ട്
എനിക്ക് തോന്നുന്നു ഇത് വായിക്കുന്ന ഒരാൾക്കും അസ്പഷ്ടതയുടെ ഒരു തലം ഈ ഗ്രന്ഥത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഒരേ സമയം നറേറ്റീവായിട്ട് പറയുകയും അതേ സമയം തന്നെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നറേഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ആ പിക്ചർ നോക്കിയാൽ വെരി ക്ലിയർ. കാരണം അങ്ങനെ വേണ്ടി വരും. അത്രയും നിഷ്ണാതത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഈ പറയുന്ന അബ്സ്ട്രാക്ഷനിലേക്ക്, ഈ നോളജിന്റെ തലത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ, അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ബീജഗണിത ഭാഷയിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയും. അപ്പൊ ബീജഗണിത ഭാഷയിലേക്ക് ആയാലുള്ള ഈ സൗകര്യം കൂടി നമ്മൾ ഓർക്കുക. നമുക്ക് ഇനി അങ്ങോട്ട് വിവിധ പഠനങ്ങളിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ വളരെ എളുപ്പമാവും എന്നുള്ളതാണ് ആ ഒരു ഭാഷയിലേക്ക് വരുന്നത് വഴി ഇതിന് കിട്ടിയിട്ടുള്ള ഒരു സാങ്കത്യം. ഇനി ഒരു കാര്യവും കൂടി, ഇവിടെ ലെവിസ്ട്രോസിന്റെ ജ്ഞാനപദ്ധതിയെയാണ്, സിദ്ധാന്തങ്ങളെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ലെവിസ്ട്രോസ് എന്തുകൊണ്ട് വർത്തമാനകാലത്ത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആക്ച്വലി അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. അപ്പോ ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന വികസനം, ആ വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഇതിൽ നമുക്ക് കാണാം. നേരിട്ട് പേര് പറയുകയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് സംസ്കാരം ഉണ്ടാവുന്നതെന്നും സംസ്കാരം എങ്ങനെ മാറുന്നു എന്നും ഒക്കെ പറയുമ്പോൾ ഈ അടിത്തട്ട്, അതിൻ്റെ ബേസ് സ്ട്രക്ചർ, ഈ പാരഡൈമിൽ നിന്നുകൊണ്ട് തന്നെ വിവിധ എന്താ പറയുക അടുക്കും ചിട്ടയും മാറ്റി 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 കൊണ്ടുപോയിട്ട് ഇതിനെയാണ് നമ്മൾ വികസനം എന്ന് പറയുന്നതെന്നും, പാരഡൈം മാറാതെ ഈ പുതിയൊരു സംസ്കാരത്തിലേക്ക് നമുക്ക് കടക്കാൻ, പുതിയ സംസ്കാരം തന്നെയാണ്, പക്ഷേ സംസ്കാരത്തിലെ ഈ മൗലികമായ തിരുത്തലുകൾ സാധ്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കൊരു പക്ഷേ പ്രത്യക്ഷത്തിൽ തന്നെ ഇന്ന് കാണാവുന്ന ഒരു കാര്യമാണ്. വളരെ ജനാധിപത്യം പറയുന്ന ആളുകളുടെ അടക്കം ഇപ്പോൾ ഫ്യൂഡലിസം കേരളത്തിൽ പോയി മറ്റൊരു ഘട്ടത്തിലേക്ക് വന്നു. പക്ഷേ ഇപ്പോഴും നോക്കൂ, ഫ്യൂഡലിസത്തെ വിമർശിക്കുന്ന പല പണ്ഡിതന്മാരുടെയും പല ആളുകളുടെയും ഘടന നിങ്ങളൊന്ന് നോക്കൂ, അവർ അടുത്ത ഫ്യൂഡലായി മാറുന്നു. ഇതെന്തുകൊണ്ട് എന്നുള്ള അതിൻ്റെ താത്വികമായ ഉത്തരം ഒരുപക്ഷെ ഈ വിശകലനത്തിലുണ്ട്, ലെവിസ്ട്രോസിന്റെ ഈ വിശകലനത്തിലുണ്ട്. അപ്പൊ ആ രീതിയിൽ വളരെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായി ലെവിസ്ട്രോസിനെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഈ ജ്ഞാനത്തിന്റെ രണ്ട് വഴികൾ, ഡിഡക്റ്റീവ് മെത്തേഡും ഇൻഡക്റ്റീവ് മെത്തേഡും, ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ എന്നുള്ള അപ്രയോറി മെത്തേഡും, അതുപോലെ തന്നെ ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ എന്ന് പറഞ്ഞ് തിരിച്ച് അരിസ്റ്റോട്ടിലിയൻ പദ്ധതി എന്നൊക്കെ നമ്മൾ ജ്ഞാന സിദ്ധാന്ത വഴിയിൽ പറയുന്ന അപ്പോസ്റ്റീരിയോറി, മറ്റേ അപ്രയോറി, ഇത് അപ്പോസ്റ്റീരിയോറി മെത്തേഡ്. അപ്പോസ്റ്റീരിയോറി മെത്തേഡ് നമുക്ക് പലപ്പോഴും പരിമിതമാണ്, ഞാൻ പറയാൻ ലഭ്യമല്ല. മലയാളത്തിൽ എത്ര എണ്ണം അപ്പോസ്റ്റീരിയോറി മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പുതിയ ജ്ഞാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തുടർന്നുള്ള പണ്ഡിതന്മാർ വിലയിരുത്തട്ടെ. ഇതാണ് ആമുഖമായിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. ഒപ്പം ഇത്തരം ഒരു ഗ്രന്ഥവിസ്താരത്തിന് എനിക്ക് തോന്നുന്നു മാഷ് ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാ വിഷയങ്ങളിലും പണ്ഡിതന്മാർ ഇത് വിലയിരുത്തണം. ഞാൻ അതിലുപരി ഒന്ന് കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ലെവിസ്ട്രോസ് തന്നെയും എങ്ങനെയാണ് ഈ ജ്ഞാനം ഉണ്ടാക്കിയെടുത്തത്? ലോകത്തിലെ ഇന്ന് വരെയുള്ള എല്ലാ ജ്ഞാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പുതിയൊരു ജ്ഞാനനിർമ്മാണ പദ്ധതിയിലേക്ക് കടക്കാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ലെവിസ്ട്രോസ് ഏത് മേഖല എന്ന് മാറ്റി നിർത്തിയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിശകലനങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹം ഒരുപക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മാതൃക നമുക്ക് കാണാൻ വേണ്ടി കഴിയുക സസൂറിൻ്റെ സ്ട്രക്ചറലിസ്റ്റ് സ്റ്റഡി ഉണ്ട്. സസൂറിനെക്കാളും അത് പിന്നീട് ജാക്കബ്സിൻ്റെ തിയറി അദ്ദേഹം തൻ്റെ അനാലിസിസിൽ, പ്രത്യേകിച്ചും മിത്തോളജിക്കൽ സീരീസിൻ്റെ അകപഠനം എന്നുള്ള നിലയിൽ അദ്ദേഹം നമ്മളെ ഭക്ഷണ രീതികളെ താരതമ്യം ചെയ്യുമ്പോഴൊക്കെ ജാക്കബ്സന്റെ മെത്തേഡ് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ ഒരു ലിംഗ്വിസ്റ്റിക്സിന്റെ വിശകലനത്തിൽ ജാക്കബ്സണും ഈ സസൂറും ഒരേ സ്കൂളിലാണെങ്കിൽ ജാക്കബ്സൺ വ്യത്യസ്തനാണ്, ആംശികതയ്ക്ക് കൂടുതലുള്ള പ്രാധാന്യം കൊടുത്ത ആളാണ്. പക്ഷെ എന്നിട്ട് പോലും ലെവിസ്ട്രോസ് അതിനെ ഒന്നും ഒരു ഭയവും കൂടാതെ തൻ്റെ സൈദ്ധാന്തിക രൂപീകരണത്തിലുള്ള ഉപകരണമാക്കി മാറ്റിയിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് 3 മിസ്ട്രസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. അതിലെ ഒന്നാമത്തെ മിസ്ട്രസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജിയോളജിയാണ്. ജിയോളജിയെ അദ്ദേഹം മിസ്ട്രസ്സായി സ്വീകരിക്കാനുള്ള ഒരു കാരണം, വളരെ പുരാതന കാലത്ത് രൂപം കൊണ്ട ഒരു കരിമ്പാറക്കെട്ടും ഒരു കരിമ്പാറയും വളരെ അടുത്ത കാലത്ത് രൂപം കൊണ്ട ഒരു മണൽത്തരിയും. അത്ര ഭംഗിയുള്ള പ്രയോഗമാണെന്നറിയോ അദ്ദേഹത്തിൻ്റെ. സ്ട്രോസിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്, അദ്ദേഹം
വാക്കുകൊണ്ട് കീഴടക്കുന്ന ഒരാളാണെന്നുള്ള പഴിയും കൂടി അദ്ദേഹം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നാൽ പിന്നെ ആർക്കൊന്നും പറയാൻ പറ്റില്ല. അത്രയും ഭംഗിയെ സ്ഥാപിച്ചെടുക്കാൻ കഴിവുള്ളൊരു മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ ഈ കരിമ്പാറയും അടുത്ത കാലത്ത് രൂപം കൊണ്ട മണൽത്തരിയും ഇതിനെ രണ്ടിനെയും ഒരേ മനോഭാവത്തോടെ നോക്കാൻ ഉള്ള കെൽപ്പ് ആ ജിയോളജി എന്ന് പറയുന്ന ഡിസിപ്ലിനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നോക്കണം എന്നാണ്. അത് അപരിഷ്കൃതൻ എന്ന് പറഞ്ഞ് അപരിഷ്കൃതത്വവും ഈ ആധുനികനും എന്നുള്ള ആ ഒരു ഡൈക്കോട്ടമിയിലല്ല ഇതിനെ കാണേണ്ടത് എന്നും പറഞ്ഞു വെച്ച ഒരു വ്യക്തിത്വമാണ് ലെവി സ്ട്രോസിൻ്റെത്. മാർക്സിസം അദ്ദേഹത്തിന് അന്യമല്ല. പലപ്പോഴും ലെവി സ്ട്രോസ് തന്നെ വേദികളിൽ തന്നെ ലെവി സ്ട്രോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാർക്സ് അധോതല ഉപരിതല ഘടനയുടെ വക്താവാണെങ്കിൽ ഞാൻ ഉപരിതല ഘടനയുടെ വക്താവാണ് എന്ന രീതിയിൽ സംസ്കാരത്തെ പഠിക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞാൽ മാർക്സിസവും അദ്ദേഹം ധാരാളമായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടെ 3 പ്രതിഭകൾ ലോകത്തെ മാറ്റിമറിച്ചു എന്ന് പറഞ്ഞു. അത് ഈ പുസ്തകത്തിൽ തന്നെ മാഷ് പറയുന്നുണ്ട്. അതിലൊന്ന് മാർക്സാണ്, മറ്റൊന്ന് ഫ്രോയിഡാണ്, ഇനിയൊന്ന് പിന്നെ ഭാഷാശാസ്ത്രം, സസൂറിനെ പോലുള്ള ഭാഷാശാസ്ത്ര ആ മേഖലയാണ്. ഈ മേഖലയുടെ എല്ലാ ജ്ഞാനത്തെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ജ്ഞാനത്തെയും ഒക്കെ ആ സങ്കല്പനങ്ങളെ എല്ലാം സ്വരൂപിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ലെവി സ്ട്രോസ് തൻ്റെ സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടുള്ളത്. രാഘവ മാഷ് ഇവിടെ ഈ 3-ാം ഭാഗത്തിൽ ഈ കൊഹറൻ പാരഡൈം പോലുള്ള സങ്കല്പനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാഷു അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് ലെവി സ്ട്രോസിന്റെ ബേസിക് ഘടനയെ അദ്ദേഹം ഉപയോഗിച്ചു. ഒപ്പം മനഃശാസ്ത്രത്തിൽ നിന്നും എടുത്ത അബോധ തലങ്ങളെ കുറിച്ചുള്ള പഠനം മനഃശാസ്ത്രത്തിൽ നിന്നും വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ടാണ് വ്യക്തി മനസ്സ് എന്ന് പറയുന്ന, കവി മനസ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തലത്തെ അദ്ദേഹം സിൻഡാമാറ്റിക്കിൽ നിന്നും അബോധം, ഏത് ലോകത്ത് മുഴുവൻ വ്യക്തികൾക്കും ബാധകമായിട്ടുള്ള പാരഡൈം അല്ല, അതിനിടയിൽ കവി മനസ്സ് എന്ന് പറയുന്ന ഒരു ഘടന, അതിന് സിൻഡാമാറ്റിക് സ്ട്രക്ചറും അതിൻ്റെ അബോധതലവും എന്ന രീതിയിൽ തന്നെ അദ്ദേഹം വിശകലനം ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അദ്ദേഹവും ധാരാളമായിട്ട് ഈ പറയുന്ന മനഃശാസ്ത്ര മേഖലയിൽ നിന്ന് സങ്കല്പനങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മേഖലയിൽ മനസ്സ്, അതുപോലെ തന്നെ ഈ ഇതിൻ്റെ സാവേജ്, അതിൻ്റെ മനസ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പഠനങ്ങൾ, അതിൻ്റെ സങ്കല്പനങ്ങൾ അദ്ദേഹം ധാരാളമായിട്ട് ഈ പഠനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു പുതിയ ജ്ഞാനം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ ഡിസിപ്ലിൻ്റെ ഓരോന്നിൻ്റെയും വക്താക്കൾ അത് വിലയിരുത്തണം. അതാണ് ജനാധിപത്യം. അല്ലാണ്ട് ഞാൻ പറയുന്നു അതുകൊണ്ട് നിങ്ങൾ കേട്ടോ എന്നുള്ളതല്ല. അതുകൊണ്ട് വ്യത്യസ്ത വൈജ്ഞാനിക മേഖലയിൽ നിൽക്കുന്ന, വ്യത്യസ്ത ഡിസിപ്ലിനുകളിൽ നിൽക്കുന്ന പണ്ഡിതന്മാർ ഇത് പരിശോധിക്കണം എന്നുള്ളത് മാഷിൻ്റെ ഒരു ശാഠ്യം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അത് അറിവിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു ബോധ്യം കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്നത്തെ ഈ സെഷൻ നീങ്ങട്ടെ എന്നും കൂടി ഈ ഗ്രന്ഥ പരിചയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ അത് ഇവിടെ വിശദാംശം ഈ സമയത്തിനുള്ളിൽ പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരൊറ്റ റിക്വസ്റ്റ് കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇത് റെലവൻ്റ് ആണെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഈ സങ്കല്പനം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാനുള്ള പുതിയ ആഖ്യാന കവിതകളെ, ആഖ്യാന രൂപങ്ങളെ വിശകലനം ചെയ്യാനുള്ള ഒരു തലം രൂപപ്പെട്ട് വരേണ്ടതുണ്ട്.